ഇനി കലോത്സവ വിശേഷങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഇന്ന് കലോത്സവം തുടങ്ങിയ ആദ്യ ദിനമാണ്. നിരവധി മത്സരങ്ങൾ ഇന്നത്തെ ആദ്യ ദിനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പത്തിനൊപ്പമാണ് കോഴിക്കോടും തൃശ്ശൂരും നിൽക്കുന്നത് എന്നത് മറ്റൊരു പ്രത്യേകത തന്നെയാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞങ്ങളുടെ നിരവധി പ്രതിനിധികൾ കലോത്സവ നഗരിയിലുണ്ട്. അവരിലേക്ക് പോകാം. നമസ്കാരം. കൊല്ലം കലോത്സവം എന്ന ചുരുക്കപ്പേരിട്ട് നമ്മൾ ഇങ്ങ് ഏറ്റെടുത്ത 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഏറ്റവും ആവേശകരമായ ആദ്യ ദിനം മത്സരങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ രാത്രിയിലും ഇപ്പോൾ ഇന്ന് പകൽ മുഴുവൻ പ്രധാന വേദി അടക്കമുള്ള നിരവധി പരിപാടികൾ റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ മുഴുവൻ റിപ്പോർട്ടർമാർ ഇപ്പോൾ ഇവിടെ അണിനിരക്കുകയാണ്. ഇവർക്കൊപ്പമാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്നത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിലെ ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് അത് ഉദ്ഘാടനം തന്നെയായിരുന്നു. അല്ലെ വിജിനായിരുന്നു ഉദ്ഘാടനം ഇന്ന് കൃത്യമായി കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടനം ഇന്ന് നടത്തിയത്. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? തീർച്ചയായും ഈ കൊല്ലം ജില്ലയുടെ ഒരു പ്രൗഢി വിളിച്ചു പോകുന്ന തരത്തിൽ തന്നെ വലിയ പ്രൗഢമായ ഒരു ആഘോഷമായി തന്നെയായിരുന്നു ഉദ്ഘാടന പരിപാടി ഉണ്ടായിരുന്നത്. സദസ്സ് നിറഞ്ഞു കവിഞ്ഞു. വിദ്യാർത്ഥികളെ കൊണ്ട് മാത്രമല്ല, രക്ഷിതാക്കൾ, അധ്യാപകർ, നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരെല്ലാം ഒരുമിച്ച് നിന്ന് ഈ ആഘോഷം ഏറ്റെടുക്കുന്ന കാഴ്ചയായിരുന്നു. മുഖ്യമന്ത്രി ഇതിൽ കൃത്യമായി പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഇത് വിദ്യാർത്ഥികളുടെ മത്സരമാണ്, അധ്യാപകരുടെയോ രക്ഷാകർത്താക്കളുടെയോ അല്ല എന്ന് ഓർക്കണമെന്ന കാര്യം ഒരു ആഹ്വാനമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ കലോത്സവങ്ങളിലൊക്കെ നമ്മളെല്ലാ വർഷവും കേൾക്കുന്നതാണ് ഈ ഫസ്റ്റ് സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം, അതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ തമ്മിലുള്ള തർക്കം, കോഴ കൊടുക്കുന്നു, അങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത് ഒഴിവാക്കാൻ വിദ്യാർത്ഥികൾ കലയെ ഏറ്റെടുക്കുന്നത് അതെങ്ങനെയാണോ അത് പ്രകടമാക്കുന്ന ഒരു വേദിയായി മാത്രമേ കലോത്സവം മാറാൻ പാടുള്ളൂ എന്ന ഒരു സന്ദേശം തന്നെയായിരുന്നു മുഖ്യമന്ത്രി നൽകിയത്. ഒപ്പം ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി മുഖ്യമന്ത്രി ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ നടത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ നമ്മുടെ വൈവിധ്യങ്ങൾ ഒന്നിലേക്ക് മാത്രം ചുരുക്കുന്ന ഒരു കാഴ്ച, അതിനുള്ള ഒരു നിലപാട് ചില കോണുകളിൽ നിന്ന് ഉയരുന്ന സാഹചര്യത്തിൽ കല ആ വൈവിധ്യങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനമാണ്. ഇത്തവണ നമുക്കറിയാം ഈ ഗോത്ര കലാരൂപങ്ങൾ കൂടി ഈ കലോത്സവത്തിന്റെ മത്സരങ്ങളിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാഴ്ച, കലോത്സവ വേദികളിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടു. അത് ഈ അത്തരം കലാരൂപങ്ങൾ, കൂടുതൽ കലാരൂപങ്ങൾ അടുത്ത ഈ കലോത്സവത്തിൽ കൂടി ഉൾപ്പെടുത്തി കലോത്സവ മാനുവൽ അടുത്ത വർഷത്തേക്ക് പരിഷ്കരിക്കും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത്. ഗോത്ര കലാരൂപങ്ങൾ മത്സര ഇനമായി വരാൻ പോകുന്നു ഇനി മുതൽ. തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മുടെ തനത് കലാരൂപങ്ങൾ ഒരു മാറി നിന്ന് പ്രാന്തവൽക്കരിക്കപ്പെടേണ്ട ഒന്നല്ല, അത് കൂടുതൽ ജനങ്ങളിലേക്ക് സ്വീകാര്യത നേടി മുന്നോട്ട് വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരം കലാരൂപങ്ങളെ കൂടി കൂട്ടിയിണക്കിക്കൊണ്ടുള്ള കലോത്സവമായിരിക്കും അടുത്ത വർഷം വരാൻ പോകുന്നതെന്ന പ്രഖ്യാപനം നടത്തി. എന്തായാലും സംസാരിച്ചവരെല്ലാം കൊല്ലം എങ്ങനെയാണ് ഈ കലോത്സവത്തെ ഏറ്റെടുക്കുക എന്ന കാര്യം എല്ലാം തുറന്നു പറഞ്ഞു. ആ ആഘോഷം കൊല്ലം ഏറ്റെടുക്കുന്നത് നമ്മൾ അതിനുശേഷം കാണുകയും ചെയ്തു. എന്തായാലും ഈ ഉദ്ഘാടനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് പതാക ഉയർത്തിയത്. ആ പതാക ഉയർത്തിയ സ്ഥലം തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. അവിടെ 44 കൊല്ലം ജില്ലയിൽ നിന്ന്, കൊല്ലം ജില്ല ലോകത്തിന് സംഭാവന ചെയ്ത 44 കലാകാരന്മാരുടെ മൺചട്ടിയിൽ വരച്ച ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ്, അതിന് നടുവിലാണ് പതാക ഉയർത്തിയതെന്നും വലിയ പ്രത്യേകതയാണ്. എന്തായാലും കലോത്സവം ഇപ്പോഴും ആദ്യ ദിനം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആവേശത്തിൽ തന്നെയാണ് ജനങ്ങൾ. എല്ലാ വേദികളിലും ഇന്ന് പ്രധാനപ്പെട്ട മത്സരങ്ങൾ ഉണ്ടായിരുന്നു, ജനകീയ മത്സരങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് എന്നൊക്കെ ആ കാഴ്ചയാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ആവേശ കാഴ്ചകൾ നമ്മളിലേക്ക് എത്തിച്ച കൂടുതൽ റിപ്പോർട്ടർമാർ നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. ജോസലിന്റെ ആദ്യത്തെ കലോത്സവം അല്ലേ ഇത്? തീർച്ചയായിട്ടും എന്റെ ആദ്യത്തെ കലോത്സവം. ഏതൊക്കെ വേദിയിൽ പോയി, എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? ഞാൻ പോയത് പ്രധാനമായിട്ട് 3ാമത്തെ വേദിയായ മാർഗംകളി, ജനകീയ കലയായിട്ടുള്ള മാർഗംകളി നടക്കുന്ന വേദിയിലേക്കാണ് ഞാൻ പോയത്. അവിടെ കണ്ട ഒരു പ്രധാന കാഴ്ച ഈ അപ്പീലുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് മത്സരക്രമത്തിൽ മാറ്റം വരുത്തുന്നതിന് കാരണമായിട്ടുണ്ട്. 11 മണിക്കാണ് മാർഗംകളി മത്സരം ആരംഭിക്കാൻ തീരുമാനിച്ചത്. തുടങ്ങിയത് 12:30-ക്കാണ്. കാരണം 14 ജില്ലകളിൽ നിന്ന് ഓരോ ടീം വെച്ച് 14 ടീമുകളാണ് പങ്കെടുക്കേണ്ടത്. അപ്പീലുകൾ വന്നുകൊണ്ടേയിരുന്നു. 19 ടീമാണ് അവസാനം രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ ഈ തർക്കങ്ങൾ നീളുന്നതനുസരിച്ച് മത്സരക്രമത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതാണ് അപ്പോൾ രാവിലെ തൊട്ട് ഒരുങ്ങിയിരിക്കുന്ന കുട്ടികൾ വളരെ ക്ഷീണിതരാകുകയും അസ്വസ്ഥരാകുകയും ചെയ്യുന്ന കാഴ്ചയാണ് അവിടെ വേദനാജനകമായ ഒരു കാഴ്ചയായി കാണാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വേദികളിലേക്ക് പോകണം. സ്വാതി ഇതാ ഇവിടെ ഉണ്ട്. സ്വാതി ഇന്ന് വളരെ സജീവമായിട്ട് പ്രധാന വേദിയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. സ്വാതി പറയൂ. ഇത് ആദ്യ കലോത്സവമാണ്. എന്നാലും
കൊല്ലം ഈ കലോത്സവത്തെ ഏറ്റെടുത്തു. അത് തന്നെയാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. എല്ലാ വേദികളും വലിയ വലിയ ജനസദസ്സാണ് ഇവിടെ നിറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇന്ന് പ്രധാനമായിട്ടും അറബനമുട്ടിൻ്റെ വേദിയിൽ പോയിട്ടുണ്ടായിരുന്നു. പൊതുവെ അറിയാം, അറബനമുട്ട് എന്ന് പറയുന്നത് ഒരു മുസ്ലിം വിഭാഗത്തെ മാത്രം അവിടെ പ്രതിദാനം ചെയ്യുന്ന ഒരു കലയായിരുന്നു. എന്നാൽ ഇത് കലോത്സവത്തിൻ്റെ ഭാഗമായതോടെ അതിനൊരു ജനകീയ രൂപം കൈവന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് തന്നെയായിരുന്നു ആ വേദിയിലെ കാഴ്ചയടക്കം. വലിയ തരത്തിൽ ഈ പ്രേക്ഷകരെല്ലാം തന്നെ വലിയ തരത്തിൽ അതിനെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ വേദിയിലും ലഭിക്കുന്ന സ്വീകാര്യത, ഈ കലയെ നെഞ്ചോട് ചേർത്ത ഒരു നാടിൻ്റെ അത്രത്തോളം സ്വീകാര്യതയാണ് ഇതിന് ലഭിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വലിയ തരത്തിൽ ഒരു സന്തോഷമേറുന്ന കാഴ്ചകൾ തന്നെയാണ് ഓരോ വേദിയിലും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വേദി പോലും അത് ഞങ്ങൾ കൊല്ലംകാർക്ക് ആവേശമുണ്ട്. കൊല്ലത്തിന് കുറച്ച് ആവേശം ആവാം. കാരണം അത്തരത്തിൽ ഈ ഇന്നത്തെ കലോത്സവത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. 62ാമത് സംസ്ഥാന കലോത്സവം കൊല്ലത്ത് ഒരു ആശങ്കയും കൂടാതെ വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഘനൃത്തം നടക്കുന്ന ഈ മെയിൻ വേദിയിലെ ഈ ചുറ്റും നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും എന്തോരം ജനങ്ങളാണ് ഇതിനെ കാണാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. പിന്നീട് ഇന്ന് 9000 രജിസ്ട്രേഷൻ കൂടി വന്നിട്ടുണ്ട്. പിന്നെ 2000 അപ്പീൽ ഇന്ന് മാത്രം വന്നിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ എന്താകും എന്നുള്ളത് നോക്കി കാണേണ്ട കാഴ്ച. വിജിൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വാതിയുടെ ആവേശം കൂടി മൈക്ക് ഞാൻ പിടിച്ചു വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. നിഖിൽ കുറച്ചു നേരമായി നമ്മോടൊപ്പം വന്നിട്ടുണ്ട്. നിഖിലെ പറ, ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയുണ്ടായിരുന്നു? മൊത്തം റിപ്പോർട്ടിംഗ് അനുഭവം. ഇന്ന് ചാക്യാർകൂത്ത് വേദിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ പോയി ഒരുപക്ഷെ കാണികളുടെ എണ്ണം കുറവായിരുന്നെങ്കിൽ പോലും ആ വന്നിരുന്ന ആ കാണികൾ എന്ന് പറയുന്നത് ആ കലയെ സ്നേഹിക്കുന്നവരാണ്. അവിടെ ഈ പൈങ്കുളം നാരായണ ചാക്യാരുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന സ്കൂൾ കലോത്സവം പോലുള്ള ഒരു വേദി അതുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ചാക്യാർകൂത്ത്, കൂടിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു പ്രസക്തി ഇപ്പോഴും ഈ വെറും ഒരു ആസ്വാദനം അല്ലെങ്കിൽ കുട്ടികളുടെ മത്സരം എന്നതിനപ്പുറത്തേക്ക് കലോത്സവത്തിനുണ്ട് എന്നൊരു തിരിച്ചറിവ് അവരെ പോലുള്ള ഈ കലയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് സ്വാഭാവികമായി നമ്മൾ പോകുന്നത് ഊട്ടുപുരയിലേക്കാണ്. നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഏതായാലും അതിനുശേഷമാണ് പിന്നീട് നമ്മൾ സംഘനൃത്തത്തിൻ്റെ വേദിയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സംഘനൃത്തത്തിൻ്റെ വേദി ഇപ്പോൾ 3-4 മത്സരങ്ങൾ മാത്രമാണ് കഴിഞ്ഞത്. പക്ഷേ അവിടെയുള്ള ആൾക്കൂട്ടവും ആ മത്സരാർത്ഥികളുടെ ആവേശവും ഒക്കെ, കാരണം 5 മണിക്കാണ് ഷെഡ്യൂൾ പ്രകാരം ആ മത്സരം തുടങ്ങേണ്ടിയിരുന്നത്. ഒരുപക്ഷെ 6:30-ക്ക് ശേഷം മത്സരം തുടങ്ങുകയായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ആളുകൾ കാത്തിരുന്ന് കാണുന്നു. ഇപ്പോഴും ഇത് അടുത്ത മത്സരം വേദിയിൽ ആരംഭിക്കുകയാണ്. ആ കളർഫുൾ ആയിട്ടുള്ള ചടുലമായ വളരെ ആക്റ്റീവായിട്ടുള്ള നൃത്തച്ചുവടുകൾ കാണാൻ ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഒരുപക്ഷെ മത്സരം വൈകിയേക്കാം, എങ്കിൽ പോലും അത് പൂർണ്ണമായും കണ്ടേ മടങ്ങൂ എന്നുള്ള ഒരർത്ഥത്തിൽ ആളുകൾ ഇരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഒപ്പം നിരവധി കാഴ്ചകൾ നമ്മൾ ഈ നടത്തത്തിനിടയിലൊക്കെ ഒപ്പിയെടുക്കുന്നുണ്ട്. അതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം നമുക്ക്. ഒരു കാര്യം പറയാനുണ്ട്. ഈ നമ്മുടെ കലോത്സവ വേദി ഇവിടെയുണ്ട്. നിങ്ങളെല്ലാം കൂടെ തകർക്കുകയായിരുന്നു ഇത്രയും നേരം. നമ്മളെ പുറത്ത് നമ്മളെല്ലാം കൂടെ തകർക്കുകയായിരുന്നു. പക്ഷെ അതിനെല്ലാം ചുക്കാൻ പിടിച്ച ഈ മുഖ്യ സംഘാടകനായിട്ടുള്ള ആളുണ്ട്. സംഘാടകനോട് ചോദിക്കാം, എങ്ങനെയാണ് ഈ കൊല്ലം ജില്ലയുടെ സ്പന്ദനങ്ങൾ പൂർണ്ണമായും ഒപ്പിയെടുക്കുന്ന ആളാണ് രാജ്കുമാരേട്ടൻ. രാജ്കുമാരേട്ടൻ, എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ കൊല്ലം കലോത്സവം? അതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, 15 കൊല്ലത്തിന് മുമ്പ് ഞാൻ അന്നും തുടക്കത്തിലും പറഞ്ഞു, കൊല്ലം ജില്ലയാണ് എൻ്റെ ലൈവിൻ്റെ തുടക്കം. ഞാൻ ആദ്യമായിട്ടൊരു ക്യാമറയുടെ മുമ്പ് അഭിമുഖീകരിക്കുന്നത് ഈ ലൈവിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും കൊല്ലത്തിൻ്റെ മണ്ണിലത് എത്തുമ്പോൾ അത് എങ്ങനെയാണ് വിവരിക്കേണ്ടതെന്ന് അറിയില്ല. നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളതിനേക്കാളും ഒരുപക്ഷെ താഴെയോ മുകളിലോ ഒക്കെ ആയിരിക്കാം. എന്നാലും കൊല്ലത്തിൻ്റെ ജനത എപ്പോഴും ഈ കലയോടൊരു വല്ലാത്ത വാത്സല്യം കാണിച്ചിട്ടുള്ള ഒരു ജില്ല കൂടിയാണ്. സാംസ്കാരികമായിട്ട് നമുക്ക് വലിയ പൈതൃകമുണ്ട് കൊല്ലത്തിന്. പ്രത്യേകിച്ച് എന്തിനാ ഇപ്പൊ ഈ വേദി തന്നെ ONV കുറുപ്പിന്റെയാണ്. അപ്പോൾ അതെ, ONV സ്മൃതി. അപ്പോൾ ആ മഹാരഥന്മാരുടെ, ആ സാംസ്കാരിക നായകന്മാരുടെ പേരിലുള്ള നമ്മുടെ ഈ കൊല്ലത്തിന്റെ ഈ മണ്ണിൽ ഇത്രയും 24 വേദികളിലായി ഇത് നടക്കുമ്പോൾ അത് ഉറപ്പായും അത് കൊല്ലത്തിന്റെ ഒരു അഭിമാനമാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും സംഘാടകർ അത് കാണിച്ച ഒരു മികവുണ്ട്. ഇവരുടെയൊക്കെ പേരുകൾ തന്നെ നൽകി എന്നുള്ളത് അതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. പിന്നെ ഇപ്പൊ നമുക്കിപ്പോൾ നമ്മുടെ ഈ പിന്നിൽ കാണുന്ന ഈ 1-ാം വേദി, ആ 1-ാം വേദിയാണ് ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു കല, സംഘനൃത്തം. അത് ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഒരുപക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അത്രയും ഏറ്റെടുക്കുമെന്ന് എനിക്കറിയില്ല. അതിനി കാണാൻ പോകുന്നത് മിമിക്രി,
മോണോ ആക്ട്. അതുകൊണ്ട് തന്നെ വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ മുകേഷ് MLA അദ്ദേഹം ഒരു അഭ്യർത്ഥന വെച്ചു. നിങ്ങൾ ഈ ജനകീയ കല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ബിംബം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്, അവിടേക്ക് മാത്രം പോകാതെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി നിങ്ങൾ പോകണം എന്ന് അദ്ദേഹം ഒരു അഭ്യർത്ഥന വെച്ചിരുന്നു. അത് ആ സാഹചര്യത്തിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളും അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്. എന്തായാലും ഈ സംഘനൃത്തം ഇപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തു. കൊല്ലത്തിൻ്റെ മണ്ണിൽ ഇപ്പോൾ അതൊരു പുതിയ ചരിത്രം കൂടി തീർത്തുകൊണ്ട് ഇക്കുറി മത്സര ഇനത്തിൽ പെടാത്ത, അത് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മുടെ വിജയൻ അത് മറന്നുപോയി, മത്സര ഇനത്തിൽ പെടാത്ത ഗോത്രവർഗക്കാരുടെ പരിപാടികൾ, അതുപോലെ ഭിന്നശേഷിക്കാരുടെ ചെണ്ടമേളം അപ്പോൾ ഇതെല്ലാം കൂടി ആവുമ്പോൾ മൊത്തത്തിലൊരു കളറാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം വിജിൻ, ഒന്നാമത്തെ ദിവസമായിട്ടേ ഉള്ളൂ. 9 PM ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് നമുക്ക് ഇനിയും പറയാൻ വിശേഷങ്ങൾ ഏറെയാണ്. തീർച്ചയായും എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാം. നമ്മൾ ഈ പ്രേക്ഷകരെ ഈ കാഴ്ചകൾ കാണിക്കുവാൻ സദാ തയ്യാറായി നിൽപ്പുണ്ട്. രാവിലെ മുതൽ ആരംഭിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ, വർക്കുകൾ തുടരും. എന്തായാലും 9 PM ഇപ്പോൾ ഇത്ര വിശേഷങ്ങളേ ഉള്ളൂ. എന്തായാലും കലോത്സവ നഗരിയിൽ നിന്നും ടീം കൈരളി ന്യൂസ്.